അസഹനീയമെന്ന് നിസ്സംശയം പറയാൻ പറ്റുന്ന കൂതറ പടം. നാടകം ഉണ്ടാക്കി വെച്ചിരിക്കുന്ന പോലെയാണ് ഈ പടം ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. ഒരു സിനിമയുടെ ഫീൽ പോലും കിട്ടുന്നില്ല. ഡയലോഗ് ഡെലിവറി ഒക്കെ എന്റെ പൊന്നോ കൂറ സാധനം. കുട്ടികളുടെ സിനിമ എന്ന് പറഞ്ഞിട്ട് കുട്ടികളുടെ കയ്യിൽ നിന്ന് തന്നെ ഊക്ക് കിട്ടിയ സാധനം. ഒന്നും പറയല്ല, ഭയങ്കര ലാഗായിരുന്നു. ഫസ്റ്റ് ഹാഫ് ഉറക്കം വന്നു, സെക്കൻഡ് ഹാഫ് ഉറങ്ങിപ്പോയി. അതെ ഗൈസ്, ഏട്ടൻ തന്നെ പാടി, ഏട്ടൻ തന്നെ അഭിനയിച്ച്, ഏട്ടൻ തന്നെ സംവിധാനം ചെയ്ത പുതിയ അപരാധം ഞാൻ ബരോഷ്. അതെ ഗൈസ്, സിനിമയുടെ തുടക്കത്തിൽ നമ്മൾ കാണാൻ പോവുകയാണ് ഏട്ടന്റെ കൊല്ല മാസ് ഇൻട്രോ. ഏതോ പഴയ കൊട്ടാരത്തിന്റെ അണ്ടർഗ്രൗണ്ടിലുള്ള മുറിയിൽ നിന്നും ഒരു ലോഡ് ബീഡിക്കുറ്റി വലിച്ച് അതിന്റെ പുകയിൽ നിന്നും എണീറ്റ് വരികയാണ് ബരോഷ് അഥവാ ഏട്ടൻ. വിശ്വസ്തനായ താക്കോൽ സൂക്ഷിപ്പുകാരൻ ബറോസ്. താൻ ആരാണെന്ന് കൃത്യമായി മനസ്സിലാകാതെ കിളി പോയി നിൽക്കുമ്പോഴാണ് വുഡോ എന്നൊരു കിളി പോയ വേറൊരു VFX പാവ എല്ലാ കഥയും ഏട്ടന് പറഞ്ഞു തരാമെന്ന് പറയുന്നത്. പണ്ടത്തെ ചണച്ചാക്കിൽ കെട്ടിയുണ്ടാക്കിയ ഒരു ഐറ്റം. കാണാനൊക്കെ കൊള്ളാമെങ്കിലും ഇവന്റെ ഡയലോഗ് കേട്ടാൽ ചവിട്ടി അരയ്ക്കാൻ തോന്നും. ഏതോ ആഫ്രിക്കൻ മന്ത്ര പാരമ്പര്യത്തിന്റെ കണ്ണിയാണത്രേ ഈ വൂഡോ എന്നാണ് അവൻ തന്നെ സ്വയം പറയുന്നത്. എന്തരോ എന്തോ. ചക്രവാളത്തിനുമപ്പുറം അറബിക്കടലിനും അക്കരെ ആഫ്രിക്കൻ വനാന്തരങ്ങളിൽ അന്നും എന്നും എന്നും നിലനിൽക്കുന്ന ഒരു മന്ത്ര പാരമ്പര്യത്തിന്റെ മഹാനമസ്കാരം. നിധി കാക്കുന്ന വിശ്വസ്തനായ കാവൽക്കാരനാണ് ബറോസ്. വർഷങ്ങളായി ഈ നിധിക്ക് കാവലിരിക്കുകയാണ് ഏട്ടൻ. ഏട്ടൻ വിചാരിച്ചത് ഒരു മാസമേ ആയിട്ടുള്ളൂ നിധി കാക്കാനിരുന്നിട്ടെന്ന്. പക്ഷെ വൂഡോ പറഞ്ഞപ്പോഴാണ് 400 വർഷമായി നിധിക്ക് കാവലിരിക്കുകയാണെന്ന് ഏട്ടൻ അറിയുന്നത്. അത് കേട്ട് തന്റെ പൊന്നു തമ്പുരാനും മകളുമൊന്നും ഇനി തിരികെ വരില്ല എന്ന് മനസ്സിലാക്കിയ ഏട്ടൻ സങ്കടത്തിലായി ഗൈസ്, സങ്കടത്തിലായി. പെട്ടെന്നാണ് ഒരു കൂട്ടം കള്ളന്മാർ അവിടേക്ക് കടന്നു വന്ന് നിധി മോഷ്ടിക്കാൻ നോക്കുന്നത്. അത് കണ്ടതും എന്റെ തമ്പുരാന്റെ നിധി നീയൊക്കെ മോഷ്ടിക്കുമല്ലേടാ എന്നും പറഞ്ഞ് എല്ലാത്തിനെയും ഏട്ടൻ പിടിച്ച് പഞ്ഞിക്കിടും. എന്നാൽ അവർക്ക് ഏട്ടനെ കാണാൻ പറ്റില്ല. ഏതോ ഭൂതം അവിടെ ഉണ്ടെന്നും പറഞ്ഞ് അവർ പേടിച്ച് അവിടെ നിന്ന് ഓടി രക്ഷപ്പെടും. എന്നാൽ ഇത് കണ്ട് കിളിപോയ ഏട്ടന് ഒന്നും മനസ്സിലാകുന്നില്ല. എന്താണ് അവർ ഓടിക്കളഞ്ഞതെന്ന് ഏട്ടൻ വൂഡോയോട് ചോദിക്കും. അതിന് മറുപടിയായി വൂഡോ ഏട്ടനോട് വന്ന് കണ്ണാടി നോക്കാൻ പറയും. അപ്പോൾ ദാ ഏട്ടനെ കണ്ണാടിയിൽ കാണുന്നില്ല. ഇതെന്ത് മറിമായം, എന്നെ എന്താ കണ്ണാടിയിൽ കാണാത്തെ? അപ്പോഴാണ് ഏട്ടന് മനസ്സിലാകുന്നത് ഞാൻ ശരിക്കും ഭൂതമാണെന്ന്. അയ്യോ, ഞാൻ ഭൂതമായേ. അടുത്ത സീനിൽ കാണിക്കുന്നത് റോൺ എന്ന ബിസിനസ് മാഗ്നറ്റും മകളായ ഇസയും ഹെലികോപ്റ്ററിൽ ഒരു പഴയ പാലസിന്റെ ലേലത്തിന് വരുന്നതാണ്. പാലസ് പൊളിച്ച് അവിടെ വലിയൊരു കസീനോ ഉണ്ടാക്കുകയാണ് റോണിന്റെ ലക്ഷ്യം. ഇങ്ങേരുടെ മകളായ ഇസയെന്ന് പറഞ്ഞാൽ ഒരു അനുസരണയുമില്ലാത്ത തല തെറിച്ചൊരു കൊച്ചാണ്. സ്കൂളിൽ ഗ്യാങ് ഉണ്ടാക്കി അവിടെ അടിപിടി ഉണ്ടാക്കുക, ബർഗർ കഴിക്കുന്ന കൊച്ചിന്റെ ബർഗർ എടുത്ത് ദൂരെ കളയുക. ചേട്ടാ വിശക്കുന്നെങ്കിൽ അത് മേടിച്ച് കഴിച്ചാൽ പോരെ, എന്തിനാ കൊച്ചെ ഇങ്ങനെ ഭക്ഷണം വലിച്ചെറിയുന്നേ? കൂടാതെ ടീച്ചർമാർക്ക് നേരെ വാണം വിട്ട് കളിക്കുക. ഇതൊക്കെയാണ് തലതെറിച്ച പെണ്ണിന്റെ ഹോബികൾ. ഇതൊന്നും സഹിക്കാൻ വയ്യാതെ സ്കൂൾ മാനേജ്മെന്റ് പെണ്ണിനെ സസ്പെൻഡ് ചെയ്യും. മാത്രമല്ല ഈസ ഒരു സെൽഫി പുള്ള കൂടിയാണ്. ആരെ കണ്ടാലും സെൽഫി അങ്ങെടുക്കും. അങ്ങനെ ലേലം നടക്കുന്ന പാലസിൽ ഹെലികോപ്റ്ററിൽ നിന്നും താഴേക്ക് ഇസ ചാടിയതും പാലസിനടിയിലുള്ള നിലവറയിലെ ഏട്ടന്റെ മുഖമൊക്കെ ഫിറ്റ് ചെയ്ത ഒരു ചക്രം തനിയെ കറങ്ങാൻ തുടങ്ങി. അതായത് ഡിഗാമ തമ്പുരാന്റെ നിധിയുടെ അവകാശി എത്തിയിരിക്കുന്നത് മൂലമാണ് അത് കറങ്ങുന്നതെന്നാണ് വൂഡോ പറയുന്നത്. അതായത് ഈ പേട്ടുപെണ്ണാണത്രേ നിധിയുടെ അവകാശി. അതേസമയം പാലസ് പൊളിച്ച് കസീനോ വരുന്നതിനെതിരെ കുറെ ചേരി നിവാസികൾ സമരം ചെയ്യുകയാണ്. കാരണം കസീനോ വന്നു കഴിഞ്ഞാൽ അവരുടെ വീടുകളൊക്കെ നഷ്ടമാകുമത്രേ. പാലസ് സന്ദർശിക്കാൻ വന്ന ആളുകൾക്ക് അവിടെ മുഴുവൻ പരിചയപ്പെടുത്തി കൊടുക്കുന്ന ഗൈഡായിരുന്നു മെൻഡോസ. ഡിഗാമ രാജാവിന്റെയും തെരേസ രാജകുമാരിയുടെയും മകളായ ഇസബെല്ലയുടെയും എല്ലാം ചിത്രങ്ങൾ അവിടെ ഉണ്ടായിരുന്നു. ആ ചിത്രങ്ങൾ അവർക്ക് പരിചയപ്പെടുത്തുമ്പോഴാണ് മെൻഡോസ ശ്രദ്ധിക്കുന്നത്, ഇസബെല്ല രാജകുമാരിയുടെ അതേ മുഖമാണല്ലോ ഇവിടെ നിൽക്കുന്ന ഇസയ്ക്ക്. അടുത്ത സീനിൽ സമരക്കാരുടെ കൂടെയുള്ള ചോട്ടുവിനെയും കൊണ്ട് ഇസ അവന്റെ കോളനിയിലേക്ക് പോകുന്നു. ചോട്ടു കൊട്ടാരത്തിന്റെ ചരിത്രം ഇസയോട് പറയുന്നു. മാത്രമല്ല കൊട്ടാരത്തിലൊരു ഭൂതമുണ്ട്, അതിനെ ആർക്കും കാണാൻ പറ്റില്ല. വർഷങ്ങളായി നിധിക്ക് കാവലിരിക്കുന്ന അതിനെ കാണണമെങ്കിൽ മന്ത്രം പറയണം. അതെന്റെ മരിയ അമ്മായിക്ക് അറിയാമെന്നും പറഞ്ഞ് അവരുടെ അടുക്കിലേക്ക് ഇസയെ കൊണ്ടുപോകും. ഇസയെ കണ്ട മരിയ ഞെട്ടി. എന്നിട്ട് ചോദിക്കുകയാണ്, നീ വന്നു അല്ലേ? അതേ ഗൈസ്, നിധിയുടെ അനന്തരാവകാശിയാണ് ഇസ എന്ന് ഒറ്റ നോട്ടത്തിൽ തന്നെ മരിയയ്ക്ക് മനസ്സിലായി. മരിയയുടെ മോന്ത കണ്ട് പേടിച്ചറിന്റെ ചോട്ടു ഇസയും അവിടെ നിന്ന് സ്ഥലം വിടുന്നു.
ഈ മന്ത്രവാദിനി മരിയയും മെൻഡോസയും കൂട്ടുകാരാണ്. ആ നിധി എങ്ങനെയും കൈക്കലാക്കുകയാണ് അവരുടെ ലക്ഷ്യം. ഡിഗാമ തമ്പുരാന് നിധി കാക്കാൻ വേണ്ടി ഭൂതത്തിന് ഏൽപ്പിച്ചു കൊടുത്തതുപോലും മരിയയുടെ മുൻ തലമുറയിൽപ്പെട്ടവരാണ്. അങ്ങനെ ഇസയാണ് താൻ ഇത്രയും കാലം കാത്തു സൂക്ഷിച്ച നിധിയുടെ അനന്തരാവകാശി എന്ന് മനസ്സിലാക്കിയ ബറോസ് ഇസയുടെ പുറകെ പോകും. നിധിയുടെ അവകാശിയായ ഇസയ്ക്ക് മാത്രമേ ബറോസിനെ കാണാൻ കഴിയൂ. ലേല ചടങ്ങിലിരുന്ന ഒരു VIP-യെ കസേര മറിച്ച് താഴെയിട്ട ഏട്ടൻ ആൾക്കാരുടെ ബഹളം കേട്ട് സ്ഥലം വിടും. ഇങ്ങനെ തീച്ചൂളേറിട്ട് ദഹിപ്പിക്കാൻ മനക്കപ്പുള്ളി തറവാട്ടിലെ സന്തതികൾക്ക് എന്ത് ശാപാവെന്ന് ഭവിച്ചേക്കണേ. പക്ഷെ ഇസയ്ക്ക് ഏട്ടനെ കാണാമല്ലോ, അതുകൊണ്ട് തന്നെ ഇസ ഏട്ടന്റെ പുറകെ വിടും. ഭിത്തിയിലൂടെയൊക്കെ ചില്ലായി ഓടിക്കളിക്കുകയാണ് ഏട്ടൻ. അവിടെ കിണറ്റിൽ നിന്നും വെള്ളം ബക്കറ്റിൽ വലിച്ചെടുക്കുന്നത് പോലെ ഭിത്തിയിലൂടെ ഏട്ടൻ മുകളിലേക്ക് പോയി അവരാധിച്ചിട്ടും അത് ഭൂതമോ പ്രേതമോ ആയിരിക്കാം എന്ന് മനസ്സിലാക്കാൻ കഴിയാത്ത ഭൂലോക മണ്ടിയായിരുന്നു ഇസ. ഏട്ടന്റെ പറന്നു പോകലെന്ന് കണ്ടു നോക്കണം. ഇന്നത്തെ കാലത്ത് ഇങ്ങനെയൊക്കെ VFX ചെയ്യാമോ അണ്ണാ? എന്ത് കാട്ടപരാധമാണാ ഈ പണി വെച്ചിരിക്കുന്നേ? ശേഷം ഇസയോട് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാൻ വേണ്ടി ഏട്ടൻ ചെയ്തു കൂട്ടുന്ന അപരാധങ്ങൾ. കടലിന്റെ നടുക്ക് കുറ്റിയുമിട്ട് അതിന്റെ മേൽ കയറിയിരുന്ന ഇസയെ അങ്ങോട്ട് ഏട്ടൻ വിളിക്കുമ്പോൾ വെള്ളമാണെന്ന് മനസ്സിലാക്കാൻ പോലുമുള്ള ബോധമില്ലാതെ അവൾ അങ്ങോട്ട് നടന്നു പോകും. എന്തോന്ന് കൂതർ ഗ്രാഫിക്സ് ആണ് പണി വെച്ചിരിക്കുന്നേ, അത് ഒക്കെ വാഴുന്ന ഈ കാലത്ത്. ഇസ ഏട്ടന്റെ അടുത്തേക്ക് ചെല്ലുമ്പോൾ ഏട്ടൻ വക നാച്ചുറൽ ഒരു ചാട്ടം, ഒറിജിനലാണെന്ന് പറയുകയേ ഇല്ല. അങ്ങനെ ഏട്ടൻ പറയുമ്പോഴാണ് ഇസയ്ക്ക് താൻ കടലിലാണ് നിൽക്കുന്നതെന്നും താഴേക്ക് പോകാതിരിക്കുന്നത് ഏട്ടന്റെ ശക്തി കൊണ്ടാണെന്നും മനസ്സിലാകുന്നത്. ഏട്ടൻ ആരാണെന്നും പറഞ്ഞ് പെണ്ണിനോട് ഹിസ്റ്ററി ക്ലാസ് എടുത്തു കൊടുക്കുമ്പോൾ പെണ്ണ് ഏട്ടൻ ഊക്കി വിടും. നിധി, ഡിഗാമ, തന്റെ ഇൻവിസിബിൾ ഷിറ്റ് ഒന്ന് പോടോ കിളവാ. ഇങ്ങനെയാണോ പ്രായമുള്ളവരെ വിളിക്കുന്നത്? ഞാൻ എന്റെ അപ്പനെ വരെ ഇങ്ങനെയാ വിളിക്കാം. അത് കണ്ട് കലിയിളകിയ ഏട്ടൻ ഇസയെ വെള്ളത്തിലേക്ക് താഴ്ത്തും. പിന്നെ ഇസയുടെ വെള്ളത്തിനടിയിലുള്ള കുറെ കൂറ ഗ്രാഫിക്സ് അപരാധങ്ങളാണ്. എന്തൊക്കെയോ കാണിച്ചു കൂട്ടുന്നു. അതുകൊണ്ട് തീർന്നില്ല ഗൈസ്. തുടർന്ന് ഏട്ടനും ആ പെണ്ണും കൂടി ഒരു സോങ്ങിനങ്ങ് പോകും. സോങ് പാടിയതോ ഏട്ടൻ. ഏട്ടനെ ആരോ മനഃപൂർവ്വം ബൂസ്റ്റ് കയറ്റി പാടിച്ചതാണെന്നാ തോന്നുന്നേ. കാലങ്ങൾ ഞാൻ കാവലിൽ കാത്തുവെച്ച നിധിയൊളി മങ്ങിനി നിധിയായി വന്ന നേരം. കഥ വീണ്ടും ഫ്ലാഷ് ബാക്കിലേക്ക് പോകും. അവിടെ ഏട്ടനെയും ഡിഗാമ രാജാവിനെയും ശത്രുക്കൾ ആക്രമിക്കും. രാജാവിന് നല്ല രീതിയിൽ പരിക്കേൽക്കും. ഒടുവിൽ കപ്പലിൽ അവിടെ നിന്ന് എസ്കേപ്പ് അടിക്കാൻ നിൽക്കുകയാണ് രാജാവ്. അപ്പോഴാണ് വിലമതിക്കാനാവാത്ത രാജാവിന്റെ നിധി കാത്തു സൂക്ഷിക്കാൻ വിശ്വസ്തനായ ഒരാളെ ഭൂതമാക്കി മാറ്റാൻ മരിയയുടെ മുൻഗാമിയായ ഒരു മന്ത്രവാദിനി പറയുന്നത്. അങ്ങനെ എല്ലാവരും കൂടി ഏട്ടനെ ഭൂതമാക്കി മാറ്റാൻ പറയും. ഭൂതമാകണമെങ്കിൽ ആദ്യം ഏട്ടൻ വിഷം കുടിച്ച് മരിക്കണം. അങ്ങനെ തന്റെ പൊന്ന് തമ്പുരാന് വേണ്ടി ഭൂതമായി നിധി കാത്തു സൂക്ഷിക്കാനായി വിഷം കുടിച്ച് മരിക്കുകയാണ് ഏട്ടൻ. അങ്ങനെ ഭൂതമായ ഏട്ടന്റെ വർഷങ്ങൾ നീണ്ട കാത്തിരിപ്പിനാണ് ഒരു അവസാനം വന്നിരിക്കുന്നത്. നിധിയുടെ താക്കോൽ കൂട്ടമല്ല ഇസയെ ഏൽപ്പിക്കാനായി പോകുമ്പോൾ ദുരാത്മാക്കൾ ഇസയെ ആക്രമിക്കും. അത് കണ്ടതും ഭിത്തിയിൽ നിന്ന് സൂപ്പർമാൻ പറന്നു വരുന്ന പോലെ വരികയാണ് ഏട്ടൻ. ഇതൊക്കെ ഏത് നൂറ്റാണ്ടിലെ VFX ആണോ എന്തോ? എനിക്കറിയാൻ മേലാത്തോണ്ട് ചോദിക്കുക കുഞ്ഞെ, നിനക്ക് എങ്ങനെ സാധിക്കുന്നത്? പക്ഷേ ഏട്ടൻ അവരെല്ലാം സാഹസികമായി അടിച്ചു വീഴ്ത്തി നിധിയുടെ താക്കോൽ ഇസയെ ഏൽപ്പിക്കും. അതോടെ ഏട്ടൻ അഥവാ ബറോസ് ഇല്ലാതുകയാണ് സുഹൃത്തുക്കളെ, ഇല്ലാതാകുകയാണ്. 2 മണിക്കൂർ 35 മിനിറ്റുള്ള ഒരു സിനിമ കണ്ടു തീർക്കാൻ പെട്ട പാട്. അങ്ങനെ 12 വർഷങ്ങൾക്ക് ശേഷം പോർച്ചുഗലിൽ നടക്കുന്ന മ്യൂസിക് പരിപാടിയിലേക്ക് നമ്മുടെ ജ്ഞാപക മുരളി വരികയാണ്. നമ്മുടെ ഇസ വളർന്നു വലുതായി. അങ്ങനെ സ്റ്റേജിൽ നിന്ന് പാടുന്ന ഇസയ്ക്ക് ആരോ തന്നതാണെന്നും പറഞ്ഞ് ജ്ഞാപക മുരളി ഒരു താക്കോൽ കൂട്ടം കൊടുക്കുന്നു. അതെ, ബറോസ് പപ്പ മുമ്പ് കൊടുത്ത താക്കോൽ കൂട്ടം തന്നെ. ഇസ പുറത്തേക്ക് ചെന്ന് നോക്കിയെങ്കിലും ബറോസിനെ കണ്ടില്ല. ബറോസ് മാഞ്ഞങ്ങ് പോയിരുന്നു. ഒരുപക്ഷെ ബറോസ് പപ്പയെ കാണാൻ വേണ്ടി ഇസമോൾ ഉപേക്ഷിച്ചതാകാം ആ താക്കോൽ. അങ്ങനെ എന്താ സംഭവിച്ചതെന്ന് മനസ്സിലാകാതെ വണ്ടർ അടിച്ചു നിൽക്കുന്ന ജ്ഞാപക മുരളിയുടെ മുഖം കാണിച്ചുകൊണ്ട് പാഠം ഇവിടെ തീരുകയാണ്.